ശ്രീ ജേക്കബ് ജോർജ്, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, സാങ്കേതികത്വം നോക്കാതെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPC പ്രസിഡന്റ് VM സുധീരന്റെ വാക്കുകളാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ഈ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു ഉത്തരവ് വന്നാൽ ആ കച്ചിത്തുരുമ്പ് ഒരു പ്രതിരോധമാക്കാം എന്ന നിലയിലാണ് ഇന്നെടുക്കേണ്ട നടപടി വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിൽ നടപടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖരായ നേതാക്കൾ ഉള്ളപ്പോൾ നടപടിയെടുക്കാൻ, പുറത്താക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പറ്റാതെ പോകുന്നത്? KPCC ഈ നിസ്സഹായാവസ്ഥയിലായി പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ PR ശിവശങ്കർ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം, ഈ സംഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് നമ്മൾ കണ്ടതാണ്. ഒരു കൂട്ടം ആൾക്കാരിൽ നിന്നാണ്. നമ്മൾ രണ്ടുപേരും അത് മാതൃഭൂമി സ്റ്റുഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്തതാണല്ലോ അഭിലാഷേ. കുറേ പേര്, ഒരു പിടി ആൾക്കാരിരുന്ന് വൻ പ്രളയമാണ്. KPCC അധ്യക്ഷൻ VD സതീശന് നേരെ അഴിച്ചുവിട്ടത്. ആര് ചോദിച്ചു? ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്ഷരം മറിച്ച് ഉരിയാടിയോ? ഉരിയാടിയില്ല. ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷായോട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരത്തില്ല അഭിലാഷേ. അദ്ദേഹത്തിന് ആകെ വേദനയാണ്, ആകെ മനപ്രയാസമാണ്. ആ പെൺകുട്ടിയുടെ മാനം നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്താൽ ചിന്തിക്കളയുമോ എന്നുള്ളത്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങേക്ക് ആ പെൺകുട്ടിയെ ചില കാലമാടന്മാർ ചോർത്തിക്കളഞ്ഞ, ആ പെൺകുട്ടിയെ ചോർത്തിക്കളഞ്ഞ മാനത്തെക്കുറിച്ച് അങ്ങേക്ക് ഒരു ചിന്തയില്ലല്ലോ, ഒരു തുള്ളി കണ്ണുനീർ അങ്ങ് വീഴ്ത്തിയില്ലല്ലോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ. ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഇവർക്കെതിരെ കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കണം. ഒരു പാർട്ടി, കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കണമെന്നെങ്കിലും ഒരക്ഷരം പറഞ്ഞു അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല എന്നാ പറഞ്ഞേ. ശരി, ഓക്കെ. അതേ അങ്ങേക്ക് പറയാനുള്ളൂ. അത് പിന്നെയും അത് തന്നെയാണ് പറഞ്ഞത്. വിക്ടിമിനെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, അഭിലാഷ് ഉൾപ്പെടെ, അല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്താണ്? അയ്യോ, നമ്മൾ തമ്മിൽ വലിയ കൂട്ടല്ലേ, നമ്മൾ തമ്മിൽ വലിയ ഏതാ? അല്ല, നമുക്ക് പിന്നെ ക്ലാരിഫൈ ചെയ്യാം, കുഴപ്പമില്ല. ഇത് നമ്മുടെ വിഷയമല്ല. ഇത് നമ്മള് കോൺഗ്രസ് പാർട്ടിയുടെ നിസ്സംഗതയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ നിസ്സംഗതയാണ്. അതാണ് അഭിലാഷ് ഇന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന ചർച്ചാ വിഷയം കോൺഗ്രസിൻ്റെ നിസ്സംഗതയാണ്. ഞാൻ അതിനാണ് ഒരു കാരണം ആദ്യമേ നിരത്തി വെച്ചത്. ഇവിടെ ഇത് തിരമാല പോലെ KPCC അധ്യക്ഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് ഒന്നാമനാണ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നാമനാണ് പ്രതിപക്ഷ നേതാവ്, ഒന്നാമനായിരിക്കണം. കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമനായ സാക്ഷാൽ VD സതീശിനെതിരെ സ്വന്തം പാർട്ടിയുടെ സൈബർ ഗുണ്ടകൾ ഒരു തടസ്സവുമില്ലാതെ ആക്രമണം നടത്തിയെങ്കിൽ, അത് കണ്ടുകൊണ്ട് സഹപ്രവർത്തകർ, കോൺഗ്രസിലെ മുതിർന്നവരും ചെറുതുമായ സഹപ്രവർത്തകർ മിണ്ടാതിരുന്നുവെങ്കിൽ എന്താണ് അഭിലാഷ് അതിൻ്റെ അർത്ഥം? അതും നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് എന്തോ ചിഞ്ഞു നാറുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം, കോൺഗ്രസ് പാർട്ടി ഇവരാരും പിടിച്ച വഴിയെ പോകുന്ന പാർട്ടിയല്ല. കോൺഗ്രസ്സിന് അതിൻ്റെതായ ചരിത്രമുണ്ട്, അതിൻ്റെതായ പാരമ്പര്യമുണ്ട്. ഒരു കാരണവശാലും കോൺഗ്രസ് വഴിവിട്ടു പോവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും